സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. കൈസി എന്തൊക്കെയാ നടക്കണം. നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കുറേ എണ്ണം ക്യാമറയായിട്ട് ഇറങ്ങുന്നുണ്ട് കൈസ്, ചുമ്മാ അങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഇവരൊരു ഇതായിട്ട് എടുത്തേക്കോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീച്ചിനുള്ളൊരു ഒരു ഒരു വഴിയായിട്ട് കണ്ടേക്കോ. ഇത് ഇങ്ങനെ ക്യാമറ എടുത്ത് ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിരിച്ചോണ്ട് അങ്ങ് നിന്ന് കൊടുക്കുവാണ് കൈസ്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ, ഒരു അവസ്ഥ വരുമ്പോൾ അവരെന്തായിരിക്കും ചെയ്യണത്? അവരങ്ങനെ ഒരാളുടെ ഒരു ചീത്ത രീതിക്ക് ഒരാളെ സ്പർശിച്ചിട്ടുണ്ട്, അവരവിടുന്ന് ആ സ്പോട്ടിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കും. അവിടുന്ന് അപ്പം തന്നെ മാറുമായിരിക്കും. ഫസ്റ്റ് ഇമ്പൾസിൽ തന്നെ അവർ ചെയ്യണത് എന്തായിരിക്കും? അവരവിടുന്ന് പെട്ടെന്ന് കുതറി മാറി നിൽക്കുമായിരിക്കും ചെയ്യണത്. ഈ വീഡിയോ കണ്ടവർക്കറിയാം, ക്യാമറ ഓണാക്കി വെച്ച് ചിരിച്ചോണ്ട് അങ്ങ് നിൽക്കുവാണ്, ചിരിച്ചോണ്ട് അങ്ങ് നിന്ന് കൊടുക്കുവാണ് ഗൈസ്. സീരിയസ്ലി പറയാല്ലേ, ഇത് എങ്ങോട്ടാണ് പോണേ എനിക്കറിയത്തില്ല. ആ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം കാണണം ഗൈസ്. ഒരു പഞ്ചഭാവം മനുഷ്യനായിരുന്നു പറയണേ. ഒരു പ്രശ്നത്തിന് ഒരു വിഷയത്തിന് ഒന്നുമില്ലാഞ്ഞൊരു പഞ്ചഭാവം മനുഷ്യൻ. ആ പുള്ളി മരിച്ചുപോയി ഗൈസ്. എന്ത് പറയാനാ? ഇങ്ങനെ ഓരോ റീച്ചോളികൾ കാരണം ഒരു പാവപ്പെട്ട ഒരു പഞ്ചഭാവം മനുഷ്യന്റെ ജീവിതം തന്നെ പോയി. എന്ത് പറയാൻ? ഇത് എങ്ങോട്ടാണ് ഈ പോണേ? ഇനി ഇതുപോലെ എന്തൊക്കെ ഇനി പുറകെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ടൊക്കെ ഓരോന്നൊക്കെ ഷെയർ ചെയ്യുക. വല്ല ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലത്തെ കുറേ റീച്ചോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ ഓരോന്നൊക്കെ കാണുവാണെങ്കിൽ വല്ല ബ്ലോക്കും അടിച്ചു വിടുക, വല്ല റിപ്പോർട്ടൊക്കെ അടിച്ചു വിടുക. ഒരു മനുഷ്യൻ്റെ ജീവിതം ഇനി ഇതുപോലത്തെ കേസ് വെച്ചിട്ട് ഇനി ഒരു മനുഷ്യൻ്റെ ജീവിതം പോകരുത് ഗൈസ്. സീരിയസ്ലി പറയുകയാണ്, വേറൊരു ആളുടെ ജീവിതം ഇനി നശിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബൈ.